വിമതർ അധികാരം പിടിച്ചെടുത്ത സിറിയയ്ക്ക് നേർക്ക് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം. ആയുധ സംഭരണശാലകൾ ബോംബിട്ട് തകർത്തു. ആയുധശേഖരം വിമതസേനയ്ക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് നടപടി. IS കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ക്രൂരമായ ഭരണം അവസാനിച്ചു എന്നായിരുന്നു ബ്രിട്ടന്റെ പ്രതികരണം. അസദ് അന്താരാഷ്ട്ര കോടതിയിൽ വിചാരണ നേരിടണമെന്ന് കാനഡ ആവശ്യപ്പെട്ടു. സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിൽ അഭയം തേടിയെന്നാണ് റിപ്പോർട്ട്. പുതിയ വിവരങ്ങളുമായി അഖിലശ്രീയുണ്ട്. അഖിലശ്രീ, ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പ്രതികരണം വരികയാണ്. അതോടൊപ്പം തന്നെ സിറിയയിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം? 54 വർഷത്തെ അസദ് കുടുംബ വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള വിമത മുന്നേറ്റമുണ്ടായത് അറിഞ്ഞതോടെ, അതായത് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും വിമതർ എത്തുന്നതിന് മുൻപേ തന്നെ ബാഷർ അൽ അസദും ഭാര്യ അസ്മയും 3 കുട്ടികളും സിറിയ വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇവർ റഷ്യയിലാണ് അഭയം തേടിയത്. എന്നാൽ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന ഊഹാപോഹങ്ങളിൽ ഒരു വാർത്ത പ്രധാനമായും പ്രചരിച്ചിരുന്നത് ബാഷർ അൽ അസദിന്റെ വിമാനം വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ ഏറെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ ബാഷർ അൽ അസദ് തങ്ങളുടെ അടുത്താണ് ഉള്ളത് എന്ന സ്ഥിരീകരണവുമായി രംഗത്തെത്തിയത്. എന്തായാലും അൽ ജുലാനിയുടെ നേതൃത്വത്തിലേക്ക് സർക്കാർ എത്തുകയാണ് സിറിയയിൽ. ഇന്നലെ ഒരു പള്ളിക്ക് മുന്നിൽ നിന്നാണ് അൽ ജുലാനി തന്റെ അണികളെ അഭിസംബോധന ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. അൽ ജുലാനി വ്യക്തമായി പറഞ്ഞത് സിറിയയുടെ എല്ലാ സിറിയക്കാരുടെയും വിജയമാണ് ഇത് എന്ന ഒരു പ്രസ്താവനയായിരുന്നു അൽ ജുലാനി ഇന്നലെ നടത്തിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു, അതായത് രാജ്യത്തെ ഒരു സ്ഥാവര ജംഗമ വസ്തുക്കളും അനുയായികൾ നശിപ്പിക്കരുത് എന്ന കൃത്യമായ ആഹ്വാനവും അൽ ജുലാനി നടത്തിയിരിക്കുകയാണ്. എന്തായാലും വ്യാപക പ്രതിഷേധം ഇപ്പോഴും അരങ്ങേറുന്നുണ്ട്. സുഗമമായ ഭരണ കൈമാറ്റത്തിന് തയ്യാറാണെന്ന് ബാഷർ അൽ അസദ് അറിയിച്ചതായി റഷ്യയും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതികരണം വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെതാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് സിറിയയിലെ ഏറെ തർക്കമുണ്ടായിരുന്ന ഗോലൻ കുന്നുകളുടെ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. സിറിയയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നു എന്ന വാർത്തകളും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആയുധ ശേഖരമാണ് സിറിയയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആയുധ ശേഖരം വിമതരുടെ അടുത്തെത്തിയാൽ അത് വലിയ തരത്തിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്ന നിഗമനത്തിൽ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും സിറിയയുടെ ആയുധ ശേഖരങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഇന്ന് പകൽ നടത്തിയത്. ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. സ്മൃതി. അഖിലശ്രീയാണ് സിറിയയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.